ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു മട്ടൺ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് വരും. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടണാണ്. അത് വിനാഗറും ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമ്മുടെ മട്ടൺ കുക്കറിലാണ് പാചകം ചെയ്യുന്നത്. ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. സവാളയും കരിവേപ്പിലയും ഒന്നിച്ച് വഴറ്റുമ്പോൾ നല്ലൊരു പരിമളം വരും. ഈ സമയത്ത് നമുക്ക് ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ചേർത്ത് കൊടുത്തത്. എപ്പോഴും വെളുത്തുള്ളിയുടെ അളവ് മുന്നിൽ നിൽക്കണം ഇഞ്ചിയേക്കാളും. അത് പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നല്ല പരിമളമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തക്കാളിക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്താ വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് നമുക്ക് 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതാ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതാ തക്കാളിയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ ചേർത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എങ്കിൽ മട്ടനിലേക്ക് മസാലകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. കൂടെ മട്ടണും കൂടി ഒന്ന് ഫ്രൈ ആവുന്നുണ്ട്. ഇത് നന്നായിട്ട് മസാലകളൊക്കെ മട്ടനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം തന്നെ ഇത് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 8 വിസിൽ വരുന്നത് വരെ ഈ മട്ടൺ നന്നായിട്ട് വേവിച്ചെടുക്കാം. മട്ടൺ അവിടെ നിന്ന് 8 വിസിൽ വരുന്നത് വരെ വേവട്ടെ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാലക്കാടൻ മട്ട അരിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി ചേർക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അരി ഒന്ന് കുറച്ച് സമയമെടുക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അരി പൊട്ടി പൊട്ടി വരുന്നുണ്ട്. ഒന്ന് ചെറുതായി വഴറ്റി കൊടുക്കുക.
അരി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. അത് കറിക്ക് ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റ് നൽകും. ഒന്ന് വഴന്ന് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട്. തേങ്ങയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗണിലേക്ക് മാറി. നമുക്കിത് ഇറക്കി വെച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി കുക്കർ ഓപ്പൺ ചെയ്യാം. 8 വിസിലൊക്കെ വന്ന് നന്നായി മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിക്കണം. എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ച് കൊടുക്കാം. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം വേണ്ടി വരും വഴന്നു വരാൻ. പകുതി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 4 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. ഈ സമയം ഞാനിതാ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിത് മട്ടനിലേക്ക് താളിച്ചു കൊടുക്കാം. എൻ്റെ മട്ടൻ കറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.